അങ്ങനെ ഇപ്പോൾ ഡ്രാക്കുളയുടെ ഹിപ്നോട്ടൈസിൽ നിന്നും രക്ഷപ്പെട്ട ബ്രൂസിനെ ഡോക്ടർ ആലുകാർഡാണ് തന്നെ ഹിപ്നോട്ടൈസ് ചെയ്തതെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ തന്നെ ബ്രൂസ് ആലുകാർഡിനെ അന്വേഷിച്ച് ആ ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് പോവുകയാണ്. ഇതേ സമയം ബ്രൂസിനിട്ട് കടി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ നിൽക്കുന്ന ഡ്രാക്കുള അവിടെ ബ്രൂസിൻ്റെ വീട്ടിൻ്റെ താഴെയുള്ള അടുക്കളയിൽ ഒറ്റയ്ക്ക് ഒരു ജോലിക്കാരൻ നിൽക്കുന്നത് കണ്ടിട്ട് ആ ജോലിക്കാരൻ്റെ അടുത്തേക്ക് ചെന്ന് അയാളെ കടിച്ച് അയാളുടെ രക്തം കുടിച്ച് ആ ജോലിക്കാരനെ വാമ്പയറാക്കി മാറ്റി ഡ്രാക്കുള ബ്രൂസിൻ്റെ വീട്ടിൽ നിന്നും ബ്രൂസ് തന്നെ പിടിക്കുന്നതിന് മുമ്പ് തിരിച്ചു പോവുകയാണ്. ഇതേ സമയം മറ്റേ വാമ്പയറായ ജോലിക്കാരൻ ജോലി ചെയ്യാതെ നിൽക്കുന്നത് കണ്ടിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന ആൽഫ്രഡ് ആ ജോലിക്കാരൻ ഒരു വാമ്പയറായി മാറി അവിടെ നിന്ന് എങ്ങോട്ട് പോയത് കണ്ട് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ തന്നെ ആൽഫ്രഡ് ഈ കാര്യങ്ങളെല്ലാം ബ്രൂസിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ബ്രൂസ് ഇവിടെ വന്ന ആലുകാർഡ് ശരിക്കും ആരാണെന്ന് തനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് വേഗം ആൽഫ്രഡിനെയും വിളിച്ചുകൊണ്ട് അവിടെ ലിപ്സ്റ്റിക് ഇടുന്ന ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്നും ആ ലിപ്സ്റ്റിക്ക് മേടിച്ച് അവിടെയുള്ള ഒരു പ്ലേറ്റും എടുത്ത് ആ പ്ലേറ്റിൽ ആ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് ആലുകാർഡ് എന്ന് എഴുതി അവിടെയുള്ള കണ്ണാടിയിലേക്ക് പ്ലേറ്റ് കാണിച്ചതും ആ കണ്ണാടിയിൽ ആ പ്ലേറ്റിൽ എഴുതിയിരിക്കുന്ന ആലുകാർഡ് എന്ന പേരിൻ്റെ പ്രതിബിംബമായി ഡ്രാക്കുള എന്ന് കാണിച്ചത് കണ്ട് ആൽഫ്രഡ് ഞെട്ടുകയാണ്.